ഹായ് മിടുക്കന്മാരെ മിടുക്കികളെ എല്ലാവർക്കും കേരള സൈനർ നീറ്റ് യു ജി കൗൺസിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം സംസാരിക്കുന്ന ഞാൻ ഡോക്ടർ അമൃത. അപ്പം എല്ലാവരും അറിഞ്ഞല്ലോ അല്ലേ, നമ്മുടെ കേരളയുടെ ഫസ്റ്റ് കൗൺസിലിങ്ങിൻ്റെത് റീഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങളെ ഒരു സുവർണ അവസരമായിട്ടാണ് കണക്കാക്കാനുള്ളത് കേട്ടോ. അപ്പം നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഏതാണ്? zeekerala.gov.in. അപ്പോൾ അതിലെന്താണ് പറയുന്നതെന്ന് അറിയാമോ? 9-ാം തീയതി മുതൽ 15-ാം തീയതി വരെ ആണ് അവർ പുതിയതായിട്ടുള്ള ഷെഡ്യൂള് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ 9-ാം തീയതി മുതൽ 15-ാം തീയതി വരെ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. അതേസമയം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓപ്ഷൻ മാറ്റേണ്ടതായിട്ടുണ്ടെന്ന് നേരത്തെ മനസ്സിൽ വിചാരിച്ചിരിക്കുകയാണെങ്കിലേ അതെല്ലാം നേരത്തെ പറ്റാത്തതെല്ലാം ഇപ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചെയ്യാം. പിന്നെ കുറച്ച് പേര് നേരത്തെ കൊടുത്ത ഓപ്ഷനുകളൊക്കെ അയ്യോ വേണ്ടായിരുന്നു, ഇപ്പോൾ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ ഡിലീറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് വേണ്ടാത്ത ഓപ്ഷനുകളൊക്കെ ഡിലീറ്റ് ചെയ്യാം. പിന്നെ എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ ഓരോ ഓപ്ഷൻ കൊടുക്കുമ്പോഴും ശ്രദ്ധിച്ച് മാത്രമേ കൊടുക്കാവുള്ളൂ. കാരണം നമ്മൾ ഒരു ഓപ്ഷൻ കൊടുക്കുമ്പോൾ തന്നെ മനസ്സിൽ ചിന്തിക്കണം, ഞാൻ ഇവിടെ പോകും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഓപ്ഷനുകൾ കൊടുക്കാവുള്ളൂ. കാരണം എന്തെന്ന് വെച്ചാൽ നമുക്ക് റൗണ്ട് 2-ൽ പുതിയതായിട്ട് ഓപ്ഷൻ കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ കൊടുക്കുന്ന ഓരോ ഓപ്ഷനുകളും ശ്രദ്ധിച്ച് ക്ലിയറായിട്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അത് നിങ്ങൾ ഉറപ്പായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, 5-ാം തീയതി അവരൊരു താൽക്കാലിക അലോട്ട്മെൻറ്റ് ഇട്ടായിരുന്നല്ലോ. അപ്പോൾ അതെന്തോ ചെയ്തു, അവർ 5-ാം തീയതി അതിന് ക്യാൻസൽ ചെയ്തു, പ്രൊഫഷണൽ ലിസ്റ്റ്. അപ്പോൾ ഇത് കണ്ടിട്ട് ഒത്തിരി പേര് എന്നോട് പറഞ്ഞു പേഴ്സണലി, ഡോക്ടറെ എൻ്റെ മോൾക്ക് നല്ല ഒരു MBBS കോളേജായിരുന്നേ കിട്ടിയത് നേരത്തെ, പക്ഷെ അവളിപ്പോൾ ഭയങ്കര വിഷമമാണ്. കാരണം വെച്ചാൽ അവർ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. കാരണം ഇനി എന്താവുമോ എന്തോ, പുതിയതായിട്ട് അലോട്ട്മെൻറ്റ് വരുമ്പോൾ എന്ത് സംഭവിക്കും എന്നൊക്കെ പറ്റി ടെൻഷനായിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും ഓർത്ത് ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ല. കാരണം നിങ്ങൾക്ക് ഈ ഒരു പ്രൊഫഷണൽ ലിസ്റ്റിൽ കിട്ടിയ ഓൾമോസ്റ്റ് സെയിം കോളേജസ് തന്നെയാണ് ഇനിയും കിട്ടാൻ സാധ്യത. അതിൽ ഞാൻ നിങ്ങൾക്കൊരു ഈസി വേ പറഞ്ഞു തരാം കേട്ടോ. ഇപ്പം നമുക്ക് ക്യാൻസലായ ആ ഒരു പ്രൊഫഷണൽ ലിസ്റ്റില്ലേ, അതൊന്ന് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് മഞ്ചേരിയിൽ അവസാനം പോയ റാങ്ക് എന്ന് വെച്ചാൽ 676. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവാം? നിങ്ങളുടെ റാങ്ക് ഒരു ഏകദേശം 500-യോ 600-യോ റേഞ്ച് ആണെങ്കിൽ, അപ്പം നേരത്തെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്, ഇത്രയും പോയിട്ടുണ്ട്. അപ്പം എനിക്ക് ഇനി വരുന്ന ലിസ്റ്റിലും എന്താണ് കിട്ടാൻ ആ ഒരു റേഞ്ച് ആണെങ്കിൽ ഉറപ്പായിട്ടും കിട്ടും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ BDSന് അവസാനം പോയ റാങ്ക് ഒരു 3000 റേഞ്ചാണ്. അപ്പോൾ അതെവിടെയാണ് പോയത്? ആലപ്പുഴ മെഡിക്കൽ കോളേജ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 2000-2500 റേഞ്ച് ആണെങ്കിൽ ഉറപ്പല്ലേ ഇനി വരുന്ന ലിസ്റ്റിലും നിങ്ങൾക്ക് കിട്ടാൻ നല്ല സാധ്യതയാണ്. പിന്നെ നമ്മുടെ സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളിലെ പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഒരു 8000 റേഞ്ചിനാണ് MBBS പോയത്. അതേസമയം BDS നമ്മുടെ വർക്കല ശ്രീ ശങ്കരയിൽ ഒരു 23,000 റേഞ്ച്. അപ്പോൾ നിങ്ങൾ സെൽഫ് ഫിനാൻസിങ് ആണ് നോക്കുന്നതെങ്കിൽ ഇപ്പം നിങ്ങൾക്കൊരു ധാരണ കിട്ടിയില്ലേ, ഏകദേശം ഈ ഒരു റേഞ്ചിനാണ് സീറ്റ് പോയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ റേഞ്ച് ഓൾമോസ്റ്റ് അടുത്താണെങ്കിൽ എന്താണ്, അടുത്ത ലിസ്റ്റിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടാൻ നല്ല ചാൻസ് ഉണ്ടല്ലേ. പിന്നെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇത് ഇപ്പോൾ അവർ റീഷെഡ്യൂൾ ചെയ്തല്ലോ. അപ്പോൾ 9 to 15 ആണ്. അപ്പം നിങ്ങൾ ഇനി എങ്ങനെ കൊടുക്കുന്നു അതിൻ്റെ ബേസിസിലായിരിക്കും ഇനിയുള്ള അലോട്ട്മെൻറ്റ് വരുന്നത്. അപ്പോൾ zeekerala നോട്ടിഫിക്കേഷനിൽ പറയുന്നതെന്ന് വെച്ചാൽ, 16-ാം തീയതി അവർ താൽക്കാലിക, അതായത് പ്രൊഫഷണൽ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. എന്നിട്ട് ഫൈനലായിട്ടുള്ള ലിസ്റ്റ് വരുന്നത് 18-ാം തീയതിയാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഈ ഒരു സമയം ഒരു സുവർണ അവസരമായിട്ട് കണക്കാക്കുക. കാരണം ഞാൻ എഗെയിൻ പറയുന്നതെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ പാരൻസിന് സത്യത്തിലൊരു ആശ്വാസമാണ് ഇതിപ്പോൾ ഇങ്ങനെ കുറച്ചൊന്ന് റീഷെഡ്യൂൾ ചെയ്തത്. കാരണം വെച്ചാൽ അവർക്ക് സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളിൽ കൊടുക്കാൻ ഫീസ് വേണ്ടേ. അപ്പോൾ ആ ഫീസ് കുറച്ചും കൂടെ പൈസയുടെ എന്തെങ്കിലും ഞെരുക്കം ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് കൂടെ പൈസയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ സത്യത്തിൽ അതൊരു ഹെൽപ്ഫുള്ളാണ് അല്ലേ. ഇപ്പോൾ ഒന്ന് റീഷെഡ്യൂൾ ചെയ്തുകൊണ്ട് അവർക്ക് മണിയെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യാനും പറ്റും. അതേസമയം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന
കുറേ കുട്ടികളുണ്ടാവും അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിച്ചോളൂ, നമ്മുടെ കൗൺസിലിംഗ് ഒരു സൈഡിൽ കൂടെ നടന്നോട്ടെ. അപ്പം അതിനോർത്തൊന്നും നിങ്ങൾ ടെൻഷൻ ആവണ്ട. അപ്പം നിങ്ങളോട് സംസാരിച്ചത് ഞാൻ ഡോക്ടർ അമൃത ഫ്രം സൈനർ. താങ്ക് യു ആൾ.